നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് കണക്കാക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം, കഴിഞ്ഞ സീസൺ 15ാമതാണ് പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്തത്. അവരുടെ പ്രീമിയർ ലീഗ് റയലത്തെ ഏറ്റവും മോശം സീസൺ എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സീസണായിരുന്നു അവസാനിച്ചത്. എറിക് ടെൻ ഹാഗാണ് കഴിഞ്ഞ സീസൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറായി തുടങ്ങിയത്. ഇനിയോസ് എന്ന് പറയുന്ന പുതിയ ഓണർഷിപ്പും മാനേജ്മെൻറ്റും വന്നതിന് ശേഷം ഒരുപാട് ബാക്കിംഗ് എറിക് ടെൻ ഹാഗിന് അവർ കൊടുത്തിരുന്നു. ഒരുപാട് സംശയങ്ങൾക്ക് ശേഷമാണ് എറിക് ടെൻ ഹാഗുമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ഇനിയോസിൻ്റെ തീരുമാനം വന്നത്. എന്നിരുന്നാലും എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒരു പക്ഷേ റിസൾട്ടും ഒരുവിധം അതിലേക്ക് വിരൽ ചൂണ്ടി എന്നുള്ളത് പറയാം. സാക്ക് ചെയ്യപ്പെട്ടു വെറും 2 മാസത്തിനുള്ളിൽ ഇക്കണ്ട ബാക്കിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം. പിന്നീട് അങ്ങോട്ടുള്ള യുണൈറ്റഡിൻ്റെ സീസൺ എന്ന് പറയുന്നത് താഴോട്ടാണ്. റൂബൻ അമറിം അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, സ്പോർട്ടിംഗ് എന്ന് പറയുന്ന വളരെ മികച്ച ടീമിൻ്റെ ഒരു മാനേജറായിരുന്നു. കഴിഞ്ഞ 2-3 വർഷത്തിൽ സ്പോർട്ടിങ്ങിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത് റിമാർക്കബിളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. യൂറോപ്പിലത്തെ ഒരുവിധ എല്ലാ ടീംസും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നിരുന്ന ഒരു മാനേജറാണ് റൂബൻ അമറിം എന്ന് പറയുന്നത്. വളരെ ഒരു ടിപ്പിക്കൽ ബാക്ക് 3 സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് വഴിമാറി കുറച്ച് പ്രസ്സിങ്ങും അതേപോലെ തന്നെ അറ്റാക്കിംഗ് ഫുട്ബോളും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബാക്ക് 3 സിസ്റ്റമായിരുന്നു റൂബൻ അമോറിമിൻ്റെ. അപ്പോൾ അത് കാരണം തന്നെ അതിലേക്ക് ഒരുവിധം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ടോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇത് വർക്കൗട്ട് ആയില്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് തോന്നുന്നത് യുണൈറ്റഡിന് മിഡ്ഫീൽഡാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിരുന്നത്. കാരണം ആവശ്യത്തിന് പ്രഷർ അബ്സോർബ് ചെയ്തുകൊണ്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാനുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു അഭാവം അവർക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അറ്റാക്കിൽ ഗോൾസ് ഒട്ടുമില്ലാത്തതും അവരെ നല്ലാത്ത രീതിക്ക് എഫക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടൊരു സംഗതിയാണ്. അത് കാരണം തന്നെ ഈ സീസൺ 15ാമത് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് കടന്നപ്പോൾ അറ്റാക്കിംഗ് സൈനിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അവർ തുടങ്ങിയത്. കഴിഞ്ഞ സീസൺ പ്രീമിയർ ലീഗ് ഗോൾ വേട്ടയിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് 5 പ്ലെയേഴ്സ് എന്നെടുത്ത് പറയാവുന്ന മറ്റേയസ് കുന്യ അതുപോലെ തന്നെ ബ്രയൻ എംബോമോ എന്ന് പറയുന്ന 2 പ്ലെയേഴ്സിനെ കമ്പൈൻഡ് അറൗണ്ട് 150 മില്യൺ യൂറോസിനാണ് ടീമിലേക്ക് യുണൈറ്റഡ് എത്തിച്ചത്. അപ്പോൾ അംബീഷൻ അവിടെ യാതൊരുവിധ കുറവില്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ യുവതാരമായ ഒരുവിധം എല്ലാ ടീമുകളും ഉറ്റുനോക്കിയിരുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ബെഞ്ചമിൻ സെസ്കോ എന്ന് പറയുന്ന സ്ലൊവേനിയൻ സ്ട്രൈക്കറിനെയും റീസെൻ്റ്ലി അവർ ടീമിലെത്തിക്കുകയുണ്ടായി. അപ്പോൾ അറ്റാക്ക് സത്യം പറഞ്ഞാൽ യുണൈറ്റഡ് ഫാൻസിന് വളരെയധികം ഡിലൈറ്റഡ് ആയിരിക്കും. യൂറോപ്യൻ ഫുട്ബോളില്ലാതെ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയോസിനെ എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. പക്ഷേ ആ ആശങ്കകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകദേശം 200 മില്യൺ യൂറോസിന് മീതെ 240 മില്യൺ യൂറോസോളം ചെലവഴിച്ചുകൊണ്ടാണ് ഈ 3 അറ്റാക്കേഴ്സിനെയും ക്ലബ്ബും ഇനിയോസും എത്തിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിരുന്നത് ഇവിടെയൊന്നുമല്ല, മിഡ്ഫീൽഡാണ്. അപ്പോൾ അവിടെ എങ്ങനെ യുണൈറ്റഡ് അഡ്രസ്സ് ചെയ്യുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് പൊടുന്ന ഡേവിഡ് ഓറൻസ്റ്റീൻ്റെ വക ഒരു ന്യൂസ്. ഇൻഡിക്കൈല എന്ന് പറയുന്ന ആരും ശ്രദ്ധിക്കാത്തൊരു ചാനലാണ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്തത്. കാരണം ഇൻഡിക്കൈല ഒരു കോമഡി പേജ് ആയിരുന്നു എന്നുള്ളത് ആരും ഓർക്കാതിരിക്കരുത്. എല്ലാവരും വളരെ തമാശയ്ക്ക് ലിങ്ക് കൊണ്ടുവന്നിരുന്ന ആൾക്കാരെ ട്രോൾ ചെയ്യുന്ന ഒരു പേജായിരുന്നു ഇൻഡിക്കൈല. പക്ഷെ പെട്ടെന്ന് എന്തോ ബാധ കയറിയ പോലെയെന്ന് തോന്നുന്നുണ്ട്. ഇൻഡിക്കൈല വളരെ റിലയബിൾ ആയിട്ടുള്ള ന്യൂസ് അതും എക്സ്ക്ലൂസീവായി ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഡേവിഡ് ഓറൻസ്റ്റീൻ ഏറ്റുപിടിച്ച ഒരു പേരാണത്, കാർലോസ് ബലേബ. ബ്രൈറ്റൺ 2023 മോയിസസ് കൈസേഡോ ചെൽസിയിലേക്ക് പോയതിനു ശേഷം 30 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് ലിൽ എന്ന് പറയുന്ന ഫ്രഞ്ച് സൈഡിൽ നിന്നും എത്തിച്ച വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ് കാർലോസ് ബലേബ എന്ന് പറയുന്ന ക്യാമറൂൺ ഇൻ്റർനാഷണൽ. കാർലോസ് ബലേബ എന്ന് പറയുമ്പോൾ പ്രീമിയർ ലീഗ് കാണുന്നവർക്ക്, സ്ഥിരമായി കാണുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. കാർലോസ് ബലേബ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ്. പ്രഷർ അബ്സോർബ് ചെയ്യാനും അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ബോൾ പ്രോഗ്രസ് ചെയ്യാനും നല്ല ഡ്രിബ്ലിംഗ് എബിലിറ്റിയോട് കൂടിയിട്ട് ഓപ്പോസിഷൻ മിഡ്ഫീൽഡേഴ്സിനെയും ഡിഫൻഡേഴ്സിനെയും ബൈപ്പാസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറുമാണ് കാർലോസ് ബലേബ. ബ്രൈറ്റൺ എന്ന് പറയുന്ന ടീമിലാണ് ബലേബ ഉള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യുണൈറ്റഡ് ഒരിക്കലും ഈ ഡീൽ എളുപ്പമാവില്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. കാരണം ബ്രൈറ്റനെ നമുക്കറിയാം, അത്യാവശ്യം ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ വളരെ പ്രൈസ് കൂട്ടിക്കൊണ്ട് വിൽക്കുന്ന ഒരു ടീമാണ്. അത് കാരണം തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 80 തൊട്ട് 100 മില്യൺ പൗണ്ട്സ് വരെ ചോദിക്കാൻ ഞാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ പറയാലോ, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷത്തെ അവരുടെ ഏറ്റവും ബെസ്റ്റ് സൈനിങ് ആവാൻ ബലേബയ്ക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അത് കാരണം തന്നെ എവിടെന്നെങ്കിലും പൈസ ഇതിന് ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈവൻ ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഉള്ള സ്ക്വാഡിൽ നിന്ന് ആൾക്കാരെ ഒഴിവാക്കിയിട്ടാണെങ്കിൽ പോലും
പലേബേനെ ഓൾഡ് ട്രഫോർഡിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡിന് അതിൻ്റെ കുതിരുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അത് മാത്രമല്ല, ആ ഒരു സൈനിങ്ങും കൂടി ഇതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദീസ് 3 അറ്റാക്കേഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അടുത്ത സീസൺ പേടിക്കേണ്ടി വരും. കാരണം അതിനുള്ള സ്ക്വാഡ് അവരുണ്ട്, ആൻഡ് അതിനുള്ള മാനേജറും അവിടെ ഉണ്ട്. അപ്പോൾ യുണൈറ്റഡ് ഇനി എങ്ങനെയാണ് ഈ സൈനിങ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ